ഈ മന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. സർക്കാർ ഉടമസ്ഥതയിലുള്ള ചിറ്റൂർ ഷുഗേഴ്സ് ഇതേ പഞ്ചായത്തിലാണ് ഭൂരിപക്ഷം സ്ഥലം, മേനോമ്പാറ അല്ലെ, ഭൂരിപക്ഷ സ്ഥലവും നമ്മുടെ പഞ്ചായത്ത്. ബാക്കി വടകര പഞ്ചായത്തിൽ അല്പസ്ഥലമുണ്ട്. 14 വർഷം മുമ്പേ തീരുമാനിച്ചാണ് ചിറ്റൂർ ഷുഗേഴ്സ് പൂട്ടിയിട്ട് മലബാർ ഡിസ്റ്റിലറി എന്നുള്ളൊരു കമ്പനി ആരംഭിച്ചിട്ട് അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി. കഴിഞ്ഞ 4 വർഷം മുമ്പ് വാട്ടർ അതോറിറ്റിക്ക് ബീവറേജ് കോർപ്പറേഷൻ, ആരാ ബീവറേജ് കോർപ്പറേഷൻ? ഈ മന്ത്രിയുടെ കീഴിലുള്ള കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷൻ 2 കോടി രൂപ അടച്ചു. എന്തിനറിയോ? പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി. കുറെ പൈപ്പ് കൊണ്ടെന്ന് ഇറക്കി ഇല്ലേ, പൈപ്പ് അവിടെ കിടക്കുന്നുണ്ട്, വെള്ളം വന്നിട്ടില്ല ഇതുവരെ. അവർക്കും വാട്ടർ അതോറിറ്റി വ്യവസായ അടിസ്ഥാനത്തിൽ വെള്ളം കൊടുക്കുന്നു പറഞ്ഞാണ്. ആരുടെ കമ്പനി? സംസ്ഥാന സർക്കാരിന്റെ കമ്പനിയാ. ഈ ഡിസ്റ്റിലറി ഉണ്ടാക്കാൻ, ബ്രൂവറി ഉണ്ടാക്കാൻ. ഇനി എന്താ അദ്ദേഹം പറഞ്ഞതെന്നറിയോ? കേരളത്തിൽ ഒരു പുതിയ ബ്രാൻഡ് ഇറക്കുന്ന. എന്ത് ബ്രാൻഡെന്നറിയോ? ഷർട്ടും മുണ്ടുമല്ല, അവരിറക്കാൻ പോകുന്ന ബ്രാൻഡിയുടെ ഒരു പുതിയ ബ്രാൻഡാണ്. അപ്പൊ കേരള ബ്രാൻഡി എന്ന് പറഞ്ഞ് പുതിയ ഒരു സംരംഭം ആരംഭിക്കുക. എവിടെ ആരംഭിക്കുന്നത്? ഈ ചിറ്റൂർ ഷുഗേഴ്സ് പൂട്ടിയ സ്ഥലത്ത് മലബാർ ഡിസ്റ്റിലറീസ് തുടങ്ങുന്നു പറഞ്ഞു. എത്ര വർഷം മുമ്പ് പറഞ്ഞു? ഈ ഗവൺമെന്റ് പറഞ്ഞു. 4 വർഷം മുമ്പ് ബീവറേജ് കോർപ്പറേഷൻ 2 കോടി രൂപ അടച്ചിട്ട് കാത്തിരിക്കുക വെള്ളത്തിന്. ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടില്ല. ഇപ്പോ ബീവറേജ് കോർപ്പറേഷൻ വാട്ടർ അതോറിറ്റിയോട് ചോദിച്ചപ്പോൾ വാട്ടർ അതോറിറ്റി പറ, ഞങ്ങൾക്ക് വെള്ളത്തിന് സോഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് ഈ പൈസ മടക്കി തരാന്ന്. ഈ ഇത്രയും നാണം കെട്ട ഒരവസ്ഥയിൽ സർക്കാരിന്റെ ഒരു കോർപ്പറേഷൻ, സർക്കാരിന്റെ ഒരു കമ്പനിക്ക് വെള്ളം കൊടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ ഒരു ദിവസം 10 ലക്ഷം ലിറ്റർ വെള്ളം ആർക്ക് കൊടുക്കാന്ന് പറഞ്ഞത്? ഈ ഹരിയാനക്കാർക്ക് അല്ലെങ്കിൽ മധ്യപ്രദേശുകാരനായിട്ടുള്ള അഴിമതിക്കാരായ കുംഭകോണത്തിൽ പ്രതികളായി ജയിലിൽ കിടന്നിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിക്കല്ലേ? അപ്പൊ മന്ത്രിസഭയൊക്കെ തീരുമാനിച്ചു, ശരിയാ, ഭരണഘടനാപരമായിട്ട് അതിനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷേ ഭരണഘടനാപരമായിട്ടുള്ള അവകാശം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. എന്താ അവകാശം എന്നറിയോ? ഇതിനെ പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും. അതിന് ഈ കമ്പനിയുടെ മൽഹോത്ര കുടുംബം മൊത്തമായിട്ട് വന്നാലും, പിണറായി വിജയന്റെ കുടുംബം മൊത്തമായിട്ട് വന്നാലും, ഈ മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും കൂടി വന്നാലും കാല് കുത്താൻ അനുവദിക്കില്ല ഈ മണ്ണിൽ. എന്തിനു വേണ്ടി അറിയോ? ഇതൊരു രാഷ്ട്രീയമല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പ്രശ്നം ഇവിടെ ഉന്നയിച്ച് മന്ത്രിസഭയ്ക്ക് ബോധ്യപ്പെട്ടതാണ്, മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടതാണ്. അപ്പൊ അതൊന്നുമല്ല, ഞങ്ങൾ ഇതൊക്കെ നടത്തും. അവസാനത്തെ ഒരു വർഷമാണ്. അപ്പൊ എന്താണ്? പോര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ളതാണ്. പരമാവധി പണം സമ്പാദിക്കാൻ വേണ്ടി ഇവിടുത്തെ ജനങ്ങളെ കുരുതി കൊടുക്കാൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. അതിനൊരു കാരണവശാലും അനുവദിക്കില്ല.